ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൗറീഷ്യസ് സന്ദർശനത്തിൽ വ്യാപാരം, സമുദ്രസുരക്ഷ, പ്രതിരോധം എന്നിവയിൽ കരാറുകൾ ഒപ്പുവച്ചതോടൊപ്പം തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുകയും ചെയ്തു. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് ലഭിച്ചു. മൗറീഷ്യസിന്റെ ജല പൈപ്പ്ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് പിന്തുണ നൽകുന്നതിനായി ഇന്ത്യ ആദ്യമായി രൂപമൂല്യമുള്ള ക്രെഡിറ്റ് ലൈൻ പ്രഖ്യാപിച്ചു. കൂടാതെ മൗറീഷ്യസിന് ഒരു പോലീസ് അക്കാദമിയും സമുദ്ര വിവര പങ്കിടൽ കേന്ദ്രവും സ്ഥാപിക്കാൻ ഇന്ത്യ സഹായിക്കും. ഇരട്ട നികുതി ഒഴിവാക്കൽ ഭേദഗതി, അഗലേഖ ദ്വീപിലെ വികസനം, ചാഗോസ് ദ്വീപ് സംബന്ധിച്ച പിന്തുണ എന്നിവ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ഇന്ത്യ പ്രഖ്യാപിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ ഇന്ത്യ സഹായിക്കും. മെട്രോ എക്സ്പ്രസ്, സുപ്രീം കോടതി കെട്ടിടം, ആശുപത്രികൾ തുടങ്ങിയ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഇന്ത്യ മൗറീഷ്യസിനെ പിന്തുണച്ചിട്ടുണ്ട്. മഹാസാഗർ പദ്ധതിയിൽ പ്രധാന സമുദ്ര പങ്കാളിയായി മൗറീഷ്യസിന്റെ സ്ഥാനം വളരെയധികം പ്രധാനമാണ്. മൗറീഷ്യസിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1948 ഇന്ത്യയും മൗറീഷ്യസും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ഇന്ത്യൻ വംശജർ ആധികാരികമായ ഈ ദ്വീപ് രാഷ്ട്ര സംസ്കൃതിയും പൈതൃകവും പരിരക്ഷിക്കുന്നതിലും ഇന്ത്യയുമായി ബന്ധം നിലനിർത്തുന്നതിലും മുഖ്യപങ്ക് വഹിക്കുന്നു. അവരുടെ പങ്കിട്ട ചരിത്രം, സാംസ്കാരിക ബന്ധങ്ങൾ, ഭൗമരാഷ്ട്രീയ വിന്യാസം എന്നിവ ഈ പങ്കാളിത്തത്തെ പ്രാദേശിക സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും നിർണായകമാക്കുന്നു.